നോളജ് വെയ്റ്റ് സക്സസിലേക്ക് സ്വാഗതം. നാം ഇന്ന് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തെ കുറിക്കുന്ന ഏതാനും ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം: സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ട സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടം തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക രംഗത്തെ സുവർണ്ണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. രണ്ടാമത്തെ വസ്തുത: ഗർഭസ്ഥ ശിശുവായിരിക്കെ രാജ്യത്തിൻ്റെ അടുത്ത കിരീടാവകാശിയായി തീർന്ന അദ്ദേഹം ഗർഭശ്രീമാൻ എന്നും അറിയപ്പെട്ടു. 3. സംഗീതം, സാഹിത്യം, ഇതര കലകൾ, സംസ്കാരം തുടങ്ങിയവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത്രയും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു തിരുവിതാംകൂർ രാജാവ് ഇല്ല. 4. സകല കലകളുടെയും സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിൽ തഹസിൽദാരുടേക്കാൾ ശമ്പളം കൊട്ടാരത്തിലെ ഗായകർക്ക് നൽകിയിരുന്നു. 5. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരും ഗായകരും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒത്തുകൂടി. 6. കർണാടക സംഗീതത്തിലെ അതികായനായിരുന്ന മേരുസ്വാമിയും മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ എന്ന തഞ്ചാവൂർ നാൽവർ സഹോദരന്മാരും അസാധാരണ പ്രതിഭാശാലിയായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരും അദ്ദേഹത്തിൻ്റെ സദസ്സ് അലങ്കരിച്ചു. 7. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികളിൽ പ്രമുഖൻ ഇരയിമ്മൻ തമ്പിയായിരുന്നു. ഇദ്ദേഹം സ്വാതി തിരുനാളിനു വേണ്ടി രചിച്ചതാണ് പ്രശസ്തമായ ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് വളരെ പ്രശസ്തമാണ്. ഇരയിമ്മൻ തമ്പിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. അടുത്ത 8. രാവണ വിജയം ആട്ടക്കഥയുടെ കർത്താവായ വിദ്വാൻ കിളിമാനൂർ രാജരാജവർമ്മ കോയി തമ്പുരാൻ, അദ്ദേഹം കരീന്ദ്രൻ എന്നും അറിയപ്പെട്ടു, സ്വാതി തിരുനാളിൻ്റെ ഉറ്റ മിത്രമായിരുന്നു അദ്ദേഹം. 9. സംഗീതജ്ഞൻ എന്ന നിലയിൽ സ്വാതി തിരുനാൾ അർപ്പിച്ച സംഭാവനകൾ: അദ്ദേഹത്തെ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവർക്ക് സമശീർഷനാക്കി തീർത്തു. 10. റാണി ഗൗരി ലക്ഷ്മിബായിയുടെയും ചങ്ങനാശ്ശേരി രാജരാജവർമ്മ കോയി തമ്പുരാൻ്റെയും മകനായി 1813 ഏപ്രിൽ 16 ആണ് സ്വാതി തിരുനാൾ ജനിച്ചത്. 11. കിരീടാവകാശിയായിരുന്ന അദ്ദേഹത്തിന് വിവിധ വൈജ്ഞാനിക ശാഖകളിൽ അറിവ് പകരുന്നതിന് മികച്ച വിദ്വാൻമാരെ നിയോഗിച്ചിരുന്നു. പ്രായപൂർത്തിയായതോടുകൂടി അദ്ദേഹം സംസ്കൃതം, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഹിന്ദുസ്ഥാനി, മറാത്തി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ നല്ല പാണ്ഡിത്യം നേടിക്കഴിഞ്ഞിരുന്നു. തൻ്റെ ചിറ്റമ്മയിൽ നിന്ന് 16-ാം വയസ്സിൽ 1828 ഏപ്രിൽ 21 അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. തനിക്ക് മുമ്പ് 18 വർഷം മാതാവും ചിറ്റമ്മയും നീതിയുക്തമായ ഭരണം നടത്തി സമ്പൽ സമൃദ്ധമായ രാജ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 15. ഭരണരംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായി. തിരുവനന്തപുരം പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായത് ഇക്കാലത്താണ്. 17. വളരെ കാലമായി കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹുസൂർ കച്ചേരിയും മറ്റ് പൊതു ഓഫീസുകളും മഹാരാജാവിൻ്റെ ആസ്ഥാനത്തിനടുത്തായി തിരുവനന്തപുരം കോട്ടയ്ക്കകത്തായി മാറി സ്ഥാപിച്ചു. 18. സർക്കാർ കാര്യങ്ങൾ പെട്ടെന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുവാൻ ഇത് സഹായകമായി. ഭരണരംഗം സജീവമാക്കാൻ ഇതുവഴി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ നേപ്പിയർ കാഴ്ച ബംഗ്ലാവിനും വാനനിരീക്ഷണ കേന്ദ്രത്തിനും മൃഗശാലയ്ക്കും എഞ്ചിനീയറിംഗ് വകുപ്പിനും രൂപം കൊടുത്തത് സ്വാതി തിരുനാളാണ്. 20. കൃഷിക്കാർക്ക് വേണ്ടി കൃഷി പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു. ഇത്തരം ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. താങ്ക് യു.